ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മഹാഗായികയാണ് 1963 ജൂലൈ മാസം 27-ാം തീയതി ഭൂജാതയായ ശ്രീമതി കൃഷ്ണൻ നായർ ശാന്തകുമാരി ചിത്ര. ഈ മധുര ശബ്ദം നമ്മുടെയെല്ലാം മനസ്സിൽ ഇടം പിടിച്ചിട്ട് 4.5 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കും. പിന്നെയും പിന്നെയും കേൾക്കാൻ കൊതിക്കുന്ന മധുര മനോഹര ഗാനങ്ങളിലൂടെ ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന KS ചിത്ര നമുക്കെല്ലാം വാനം പാടി. ഉത്തരേന്ത്യക്കാർക്ക് പിയ ബസന്തി, തമിഴ്നാട്ടുകാർക്ക് ചിന്നക്കുയിലും, കർണാടകക്കാർക്ക് കന്നഡ കോകിലയും, ആന്ധ്രാപ്രദേശ് തെലങ്കാനക്കാർക്ക് സംഗീത സരസ്വതിയുമാണ്. കളങ്കരഹിതമായ സ്വരമാധുര്യം കൊണ്ട് സ്വരരാഗ ഗംഗാ പ്രവാഹമായി നമുക്ക് ചുറ്റും അലയടിക്കും. 30,000-ൽ പരം പാട്ടുകളാണ് വിവിധ ഭാഷകളിലായി ഈ ഗായിക ഇതുവരെ പാടിത്തീർത്തത്. ഒരു ദിവസത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും KS ചിത്രയുടെ സ്വരമാധുരിയിലൂടെ നമ്മൾ കടന്നുപോകും. KS ചിത്രയുടെ ആലാപന ശൈലിക്ക് മധുര 17-ന്റെ അഴകും വശ്യതയുമുണ്ട്. മലയാളിയുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന ഈ സ്വരമാധുരിയുടെ സംഗീത രംഗത്തേക്കുള്ള കാൽവെപ്പ് ആകാശവാണിയിലൂടെയായി. തുടർന്ന് 1979 ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പ്രവേശിച്ച KS ചിത്ര പാടിയതിൽ ഏറെ ഗാനങ്ങളും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു. കാലത്തെയും ദേശത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പല ഭാഷകളിലും പല ദേശങ്ങളിലുമായി നമ്മുടെ KS ചിത്ര പാടിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള 6 ദേശീയ പുരസ്കാരങ്ങൾ, 16 കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ, കൂടാതെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, ഒഡീസ, പശ്ചിമ ബംഗാൾ തുടങ്ങി പല സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ പുരസ്കാരങ്ങളും KS ചിത്രയ്ക്ക് സമ്മാനിക്കപ്പെട്ടു. 2005-ൽ പത്മശ്രീയും 2021-ൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. ഈ അനുഗ്രഹീത കലാകാരി എത്രയെത്ര പുരസ്കാരങ്ങളാണ് തേടിയെത്തിയത്. ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾക്കപ്പുറം മലയാളികളുടെ ജനഹൃദയങ്ങളിൽ KS ചിത്ര നേടിയെടുത്ത മഹനീയ സ്ഥാനം മലയാളത്തിലെ മറ്റൊരു ഗായികയ്ക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും കർണാട്ടിക് സംഗീതത്തിന്റെയും ചലച്ചിത്ര പിന്നണി ഗാനാലാപനത്തിന്റെയും മാസ്മരിക ലോകത്തേക്ക് നമ്മെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ സ്വരമാധുര്യത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും ലഭ്യമാകട്ടെ എന്ന് വാഗ്ദേവതയായ പൂജപ്പുര ശ്രീ സരസ്വതി ദേവിയുടെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. എല്ലാ മലയാളികളുടെയും എക്കാലത്തെയും പ്രിയങ്കരമായ ഈ നാദ വിസ്മയത്തിന് മുന്നിൽ പൂജപ്പുര ശ്രീ സരസ്വതി ദേവി ക്ഷേത്ര ജനകീയ സമിതി ഏറെ ആദരവോടെ പ്രഥമ വാണിമണി പുരസ്കാരം സമർപ്പിച്ചുകൊള്ളുന്നു. എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇവിടെ മഹിളാനഗരം സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ഞാൻ എൻ്റെ നഴ്സറി സ്കൂളിൽ പഠിച്ചതും അതേ സ്കൂളിൽ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ വഴി പോകാറുണ്ടായിരുന്നു. മാത്രമല്ല അന്നത്തെ പൂജപ്പുര മൈതാനമായിരുന്നു. ഇതുപോലെ മണ്ഡപമോ അങ്ങനെയൊന്നും ഇല്ല. കുട്ടികൾ കളിക്കുകയോ ഒക്കെ ചെയ്യും. ഞാൻ പലതവണ ഓണാഘോഷത്തിന് ഇവിടെ വന്ന് പാടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇത്രയും നാളുകളുടെ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യത്യാസം വന്നു. ഇവിടേക്ക് ഒരുപാട് വലിയ മണ്ഡപങ്ങളായി, കൺമണ്ഡപങ്ങളായി, അതുപോലെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസും ഫങ്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ദൈവിക സാന്നിധ്യം പൂജപ്പുര ഈ മൈതാനത്തിന് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും മഹോത്സവം ഏറ്റവും ഭംഗിയായി ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സരസ്വതി ദേവിയുടെ പരിപൂർണ്ണ കടാക്ഷം ഉണ്ടാകട്ടെ. ഒരുപാട് പേര് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ നിന്ന് പാടി വന്ന ഒരുപാട് നല്ല കലാകാരന്മാരെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. സർവസംഗീതാത്മികേ
കനിയുനീ അക്ഷരസ്വരൂപിണി അമൃതഭാ. ഈ വേദിയിലും ശാസ്ത്രമുള്ള ബഹുമാനിലെ സുഹൃത്തുക്കളെ, ഇക്കൊല്ലത്തെ നവരാത്രി ആഘോഷം അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ചിത്രയെ ക്ഷണിക്കുന്നുണ്ട്. ഈ ചലച്ചിത്രങ്ങളിൽ അനശ്വരമായി മാറിയ പ്രമുഖ സംഗീതജ്ഞരെ ആദരിക്കുന്നതിനായി പൂജപ്പുര ശ്രീ സരസ്വതി ക്ഷേത്ര ജനകീയ സമിതി നടത്തിയ ആദ്യത്തെ വാണിമണി നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വയോജന കേന്ദ്രം മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനകീയ സമിതി ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഈ വയോജന കേന്ദ്രം മേടിക്കും. വയോജന കേന്ദ്രം തുറന്നു കൊടുക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെയുള്ള കാര്യം ഡയറക്ടർ പ്രവർത്തനം ഒരുപാട് ചെയ്യാൻ വേണ്ടി ഇനിയും ആഗ്രഹമുണ്ട്. അതിന് എല്ലാവരുടെയും, പ്രത്യേകിച്ച് നഗരസഭയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാവരുടെയും ആശീർവാദവും അതുപോലെ നമ്മുടെ സഹായം വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.